ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന പുതിയ ടോപ്പിക്ക് ഡിമാൻഡ്. എന്താ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ എന്ത് പറയുക, സാധാരണ രീതിയിൽ ഡിമാൻഡ് അഥവാ ചോദന എന്ന് പറയാം. പക്ഷെ ഇക്കണോമിക്സിൽ ഒരിക്കലും സാധനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടായാൽ മാത്രം ഒരിക്കലും ഡിമാൻഡ് ആവില്ല. അവിടെ എന്ത് വേണം, നമുക്ക് നമ്മൾ പേ ചെയ്യാനുള്ള കഴിവും കൂടെ ആവശ്യമാണ്, എബിലിറ്റി ടു പേ. അതുപോലെ അത് സാധനം വാങ്ങിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, താല്പര്യം വേണം. ഇത് രണ്ടും ഒരുമിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അപ്പം എന്താ ഡിമാൻഡ്? ഡിമാൻഡ് ഈസ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. പ്രതിഫലം നൽകാനുള്ള മനോഭാവത്തിൻ്റെയും പ്രതിഫലം നൽകാനുള്ള ശേഷിയുടെയും പിൻബലത്തോടെയുള്ള ഒരാഗ്രഹത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഡിമാൻഡ് എന്ന് പറയാം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, വാങ്ങിക്കാനുള്ള താല്പര്യം വേണം. സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് പേ ചെയ്യാനുള്ളൊരു കഴിവും വേണം, എബിലിറ്റിയും വേണം. അപ്പം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. ഇനി എന്താണ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി? ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി which a consumer will be willing to buy in a given period of time at a given price. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത വില കൊടുത്ത് കൺസ്യൂമേഴ്സ് വാങ്ങിക്കാൻ തയ്യാറുള്ള സാധനങ്ങളുടെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി പറയും. സാധനത്തിൻ്റെ അളവിന് നമ്മൾ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി പറയും. ഇപ്പം നിങ്ങളോട് ഞാനൊരു ബുക്ക് വാങ്ങിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോകുന്നു, പോയിട്ട് കാശ് കൊടുത്ത് ആ സാധനം വാങ്ങിച്ച് വരും. അപ്പോൾ ആ പ്രോഡക്റ്റ്, ബുക്ക് എന്ന പ്രോഡക്റ്റിന് എന്തുണ്ടായി, ഡിമാൻഡ് ഉണ്ടായി അല്ലേ. ഇനി ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സുകളുണ്ട്. എങ്ങനെയാണ്, ഏതൊക്കെയാണ് ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്? ചോദനത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ. ഫസ്റ്റ് വൺ, പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. വസ്തുക്കളുടെ വില. അതായത് ഇപ്പം നമുക്കറിയാം, ഏതൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ വില എത്രയാണ് നമ്മൾ നോക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സാധനങ്ങൾ എത്രത്തോളം പർച്ചേസ് ചെയ്യണം, എത്രത്തോളം കുറച്ച് വാങ്ങണം എന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണം നിശ്ചയിക്കുന്നുണ്ടാവുക. പ്രൈസ് കൂടുതലുള്ളൊരു സാധനമാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ അളവ് എന്ത് ചെയ്യുന്നതായിരിക്കും, സ്വാഭാവികമായിട്ട് അത് കുറയ്ക്കും. വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിമാൻഡ് കുറഞ്ഞു എന്നാണ്. ഇനി കുറച്ച് പ്രൈസ് കുറയുന്ന ഒരു സാധനമാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കും. അതായത് പ്രൈസ് കൂടുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നു, പ്രൈസ് കുറയാണെങ്കിലോ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കൂട്ടുന്നു. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രൈസ്, ഗുഡ്സുകളുടെ പ്രൈസ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ്. ദെൻ സെക്കൻഡ് വൺ, രണ്ടാമത്തത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിൻ്റെ വരുമാനം. നമുക്കറിയാലോ, നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. വാങ്ങുന്നതിൻ്റെ അളവ് നമ്മൾ കുറയുകയാണെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇൻകം കുറയുകയാണെങ്കിലോ വാങ്ങിക്കുന്നതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, കൺസ്യൂമറുടെ ഇൻകം എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം വാങ്ങണം, എത്രത്തോളം വാങ്ങണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു മെയിൻ ഘടകം തന്നെയാണ് ഏത്, കൺസ്യൂമറുടെ വരുമാനം. കൺസ്യൂമറുടെ വരുമാനവും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് രണ്ട് തരത്തിൽ ഗുഡ്സുകളുണ്ട്. എങ്ങനെയാണെന്ന്, ഏതൊക്കെ തരത്തിലുള്ള ഗുഡ്സുകളാണ്? ഒന്ന് നമ്മുടെ എന്താണ്, നോർമൽ ഗുഡ്സ്. ദെൻ മറ്റൊന്ന് ഇൻഫീരിയർ ഗുഡ്സ്.
നോർമൽ ഗുഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വസ്തുക്കളാണ് നോർമൽ ഗുഡ്സ്. നോർമൽ ഗുഡ്സ് പേര് പോലെ തന്നെയാണ് നമ്മുടെ എന്തെന്ന് നോർമൽ ഗുഡ്സ്. കൺസ്യൂമറുടെ ഇൻകം കൂടുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യും, വാങ്ങിക്കുന്നു. കൺസ്യൂമറുടെ ഇൻകം കുറയുകയാണെങ്കിലോ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയും ചെയ്യുന്നു. അത്തരത്തിലുള്ള വസ്തുക്കളെ നമ്മൾ പറഞ്ഞ പേരാണ് ഇതെന്ന് നോർമൽ ഗുഡ്സ്. കൺസ്യൂമറുടെ വരുമാനം കൂടുമ്പോൾ, ഇൻകം കൂടുമ്പോൾ വാങ്ങിക്കുന്ന അളവ് കൂട്ടുന്നു. അതായത് ആ വസ്തുവിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. നേരെ മറിച്ച് കൺസ്യൂമറുടെ ഇൻകം കുറയുകയാണെങ്കിലോ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയും ചെയ്യുന്നു. അപ്പോൾ ഡിമാൻഡ് കുറയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഗുഡ്സുകൾ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് നോർമൽ ഗുഡ്സ് അഥവാ സാധാരണ വസ്തുക്കൾ. എക്സാമ്പിൾസ്, നമ്മൾ വരുമാനം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കാറ്, ബൈക്ക്, ദെൻ അതേപോലെ തന്നെ ടി വി, ലാപ്ടോപ്പ്, ഇതൊക്കെ നമ്മൾ വാങ്ങിക്കും. അപ്പോൾ ഇത്തരം ഗുഡ്സുകളൊക്കെ എന്തിന് എക്സാമ്പിളാണ്, നോർമൽ ഗുഡ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ കൺസ്യൂമറുടെ ഇൻകം ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, പോസിറ്റീവ് റിലേഷനാണ് അല്ലേ. കാരണം ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അപ്പോൾ നോർമൽ ഗുഡ്സിൽ ഇൻകം ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻ എന്താണ്, പോസിറ്റീവ് റിലേഷനാണ്. ദെൻ ഇനി നെക്സ്റ്റ് ഇൻഫീരിയർ ഗുഡ്സ്. പേര് പോലെ തന്നെ നമ്മൾ ഇൻഫീരിയർ ഒത്തിരി തവണ കേട്ട വേർഡാണ് അല്ലേ. ഇൻഫീരിയർ തരം താണത്, താണത് അല്ലേ, കുറച്ച് കുറഞ്ഞത് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ഇൻഫീരിയർ എന്ന് പറയുന്നത്. ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇൻഫീരിയർ ഗുഡ്സുകൾ വാങ്ങിക്കാൻ താല്പര്യം കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും, അയാളുടെ കയ്യിൽ വരുമാനം കുറവുള്ളത് കൊണ്ടാണ്. പക്ഷേ അയാളുടെ കയ്യിൽ കുറച്ച് വരുമാനം കൂടുതൽ വരികയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഇൻഫീരിയർ ഗുഡ് വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലുള്ള ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമറുടെ ഇൻകം കൂടുകയാണെങ്കിൽ, കൺസ്യൂമറുടെ ഇൻകം കൂടുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സുകളുടെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. കാരണം അയാളുടെ കയ്യിൽ കുറച്ച് വരുമാനം കൂടുതലല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും. കുറച്ചുകൂടി നല്ല സുപ്പീരിയർ ക്വാളിറ്റികൾ പോകാൻ അയാളുടെ കയ്യിൽ ഇപ്പോൾ വരുമാനമുണ്ട്. ഇനി തിരിച്ച് കൺസ്യൂമറുടെ ഇൻകം കുറയുകയാണെങ്കിലോ അത്തരം ഗുഡ്സുകളുടെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കൂടുക ചെയ്യുക. കാരണം കയ്യിൽ വരുമാനം കുറയാണ്, സ്വാഭാവികമായിട്ടും കൺസ്യൂമർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എന്ത് ഇൻഫീരിയർ ഗുഡ്സുകളുടെ ഡിമാൻഡ് കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യും. സോ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കൂടുന്നു. അപ്പോൾ ഈ തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാലോ. എന്താണ്, നെഗറ്റീവ് റിലേഷൻ അഥവാ ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലേ. ഇൻവേഴ്സ് റിലേഷൻ, ഇൻവേഴ്സ്. ഇവിടെയോ ഡയറക്റ്റ്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയും ഇൻഫീരിയർ ഗുഡ്സുകളുടെ, ദെൻ ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കൂടും ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ദെൻ ഇൻവേഴ്സ് റിലേഷൻ പറയാം. ഓക്കെ. അപ്പോൾ കൺസ്യൂമറുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം എന്തിന് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ, മൂന്നാമത്തത് റിലേറ്റഡ് ഗുഡ്സുകളുടെ പ്രൈസും നമ്മൾ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. എന്താ ഈ റിലേറ്റഡ് ഗുഡ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ഗുഡിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമൈൻ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളുണ്ടോ, റിലേറ്റഡ് ഗുഡ്സുകളുണ്ടോ, ഉണ്ടല്ലോ അല്ലേ. ഒത്തിരി റിലേറ്റഡ് ഗുഡ്സുകളുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ പറയുമ്പോൾ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഗുഡ്സുകൾ രണ്ട് രീതിയിലുണ്ട്. പ്രൈസും ഡിമാൻഡ് ബേസിൽ ഗുഡ്സുകൾ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈസും ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രൈസും ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരം ഗുഡ്സുകളുണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, മറ്റൊന്ന് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും അതുപോലെ തന്നെ ഏതാണ്, കോംപ്ലിമെൻ്ററി ഗുഡ്സും. ഇത് രണ്ടും നമുക്കിങ്ങനെ പേരൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നൊന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് പേര്, അത് ഒന്നിന് പകരം ഉപയോഗിക്കുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് പറയുക, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് പറയണത്. ദ ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ടു സാറ്റിസ്ഫൈ എ നീഡ്. ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗുഡ്സിന് പകരം മറ്റൊരു ഗുഡ്സ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത്തരം വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണിതെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അല്ലേ. നമുക്ക് രാവിലെ എണീറ്റ് എന്ത് വേണം,
ടീ ഓർ കോഫി. അപ്പോൾ ടീ ഓർ കോഫി എന്താ? സബ്സ്റ്റിറ്റ്യൂട്ടാണ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഷൂ യൂസ് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ ചപ്പൽ യൂസ് ചെയ്യാം അല്ലേ? രണ്ടിൻ്റെയും ഫങ്ഷൻ സെയിം ആണ്. അപ്പോൾ അതെന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിലേറ്റഡ് ഗുഡ്സുകൾ ഇപ്പോൾ നമ്മൾ എന്തിനു ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്? ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഘടകമാണ്. ദെൻ ഇനി അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ടീ ആൻഡ് കോഫി അല്ലേ? അതായത് ഒന്നിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? മറ്റൊന്ന് ഉപയോഗിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ടു സാറ്റിസ്ഫൈ എ നീഡ്. ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒന്നിന് പകരം മറ്റൊരു വസ്തു ഉപയോഗിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ദ നെക്സ്റ്റ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് അഥവാ പൂരക വസ്തുക്കൾ. വെൻ മോർ ദാൻ വൺ ഗുഡ്സ് ആർ റിക്വയർഡ് ടു സാറ്റിസ്ഫൈ എ നീഡ്. ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ, ഒരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒന്നിലധികം വസ്തുക്കൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അത്തരം ഗുഡ്സുകൾ നമ്മൾ പറയുന്ന പേരാണ് ഇതെന്ന് കോംപ്ലിമെൻ്ററി ഗുഡ്സ് അഥവാ പൂരക വസ്തുക്കൾ. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അല്ലേ? അത് നമുക്ക് എന്ത് വേണം? സിം ഇടണം അല്ലേ? നമുക്ക് വണ്ടി ഓടിക്കണം എന്ത് ആവശ്യമാണ്? വണ്ടി പ്ലസ് പെട്രോൾ ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തിന് എക്സാമ്പിളാണ്? കോംപ്ലിമെൻ്ററി ഗുഡ്സുകൾക്ക് എക്സാമ്പിളാണ്. പെന്നിന് എഴുതുമ്പോൾ നമുക്ക് എന്താവശ്യമാണ്? നമുക്ക് അതിൻ്റെ അകത്ത് ഇങ്ക് വേണം അല്ലേ? ദെൻ ഇതൊക്കെ നമ്മൾ ഏതൊക്കെയാണ്? മൊബൈലും സിമ്മും, ദെൻ അതേപോലെ തന്നെ എന്ത് കറൻറ്റ്, പെട്രോൾ. എന്തിന് എക്സാമ്പിളാണ്? കോംപ്ലിമെൻ്ററി ഗുഡ്സുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്കറിയാം റിലേറ്റഡ് ഗുഡ്സുകളുണ്ട്. ആ റിലേറ്റഡ് ഗുഡ്സുകളുടെ പ്രൈസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊന്നിൻ്റെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി ടീയുടെ ഡിമാൻഡ് കൂടിയെന്ന് വയ്ക്കും, ടീയുടെ പ്രൈസ് കൂടി അല്ലേ? ചായയുടെ വില കൂടി, ടീയുടെ വില കൂടിയാ, പ്രൈസ് കൂടിയാ. അപ്പോൾ കുറേ ആളുകൾ എന്തിലോട്ട് മാറും? ഓൾറെഡി എന്തിലോട്ട് മാറി? കോഫിയിലോട്ട് മാറി. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോഫിയുടെ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? കൂടി. കണ്ടാ? ഒന്നിന് പകരം നമുക്ക് മറ്റൊന്ന് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗുഡ്സിൻ്റെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസ് മറ്റൊന്നിൻ്റെ ഡിമാൻഡിനെ ബാധിച്ചു. പെട്രോളിൻ്റെ പ്രൈസ് കൂടുകയാണ് അല്ലേ? പെട്രോളിൻ്റെ പ്രൈസ് കൂടുകയാണ് അല്ലേ? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കാർ വാങ്ങിക്കുന്നതിൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു. ദാറ്റ് മീൻസ് കാറിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ റിലേറ്റഡ് ഗുഡ്സുകളുടെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസും നമ്മുടെ ഈ ഗുഡ്സുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. മനസ്സിലായോ? ദെൻ ഇനി അടുത്തത് നമ്മുടെ നെക്സ്റ്റ് ടേസ്റ്റ്സ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമർ. നമുക്കറിയാം ഏതൊരു കൺസ്യൂമറും അയാൾക്ക് താല്പര്യമുള്ള വസ്തുക്കളാണ് കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യും. അതായത് അതിനോടുള്ള താല്പര്യം അയാൾക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അത്തരം വസ്തുക്കളുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടുന്നു. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് കുറയുകയാണെങ്കിലോ അറിയാൻ നോക്കാനൊന്നുമില്ല, ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കുറയാണ് ചെയ്യുക. ഉപഭോക്താവിൻ്റെ അഭിരുചികളും ഇഷ്ടാനിഷ്ടങ്ങളും കൂടുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഫലമായിട്ട് അതിനോടുള്ള ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നു. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് കുറയുകയാണെങ്കിൽ അല്ലേ, അതിനോടുള്ള താല്പര്യങ്ങൾ കുറവുള്ളത് കൊണ്ട് അയാൾ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അതിൻ്റെ ഡിമാൻഡ് കുറയും. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ് നമ്മൾ ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഏതൊക്കെയായിരുന്നു? അതായത് പ്രൈസ് ഓഫ് ഗുഡ്സ്, ഇൻകം ഓഫ് കൺസ്യൂമർ, ദെൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ആൻഡ് ലാസ്റ്റ് വൺ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. ദ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. ഡിമാൻഡ് ഫംഗ്ഷൻ, the relation between demand and its determinants of demand is called demand function. ഡിമാൻഡും
ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ്റെ അകത്ത് ഏതൊക്കെയാണ് വരിക, നമുക്കറിയാലോ. ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഇപ്പം നമുക്കറിയാം ഏതൊക്കെയാണ്. ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈക്വൽ ടു ദ ഫംഗ്ഷൻ ഓഫ് ഏതൊക്കെയാണ് നമുക്ക്, ഫുഡിൻ്റെ പ്രൈസ് അല്ലേ. അതേപോലെ തന്നെ കൺസ്യൂമറുടെ ഇൻകത്തിൽ നമ്മൾ വൈ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. ദെൻ അതേപോലെ തന്നെ കൺസ്യൂമറുടെ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്. ദെൻ അതേപോലെ തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഇതാണ് നമ്മുടെ എന്ത് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡും അതുപോലെ തന്നെ അതിൻ്റെ ഡിറ്റർമിനൻസും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇതിലിപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്, പ്രൈസാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഡിമാൻഡ് ഫംഗ്ഷൻ എങ്ങനെ പറയാം, Q ഈക്വൽ ടു ഡി ഓഫ് പി. ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്ന മെയിൻ ഫാക്ടർ പ്രൈസ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം, Q ഈക്വൽ ടു ഡി ഓഫ് പി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇന്ന് ഞാൻ എടുത്ത് തന്നിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ നമ്മൾ ഡിമാൻഡ് എടുത്തു, ഡിറ്റർമിൻ ഫാക്ടേഴ്സ് എടുത്തു, ദെൻ അതേപോലെ തന്നെ ലാസ്റ്റ് വൺ നമ്മൾ പറയുന്നതാണ് എന്ത്, ഡിമാൻഡ് ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ